എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫ്രൂട്ട് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഈ സഹിക്കാൻ വയ്യാത്ത വേനൽ ചൂടിൽ നല്ലൊരു പച്ചമാങ്ങ ജ്യൂസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പച്ചമാങ്ങ ഒരല്പം ഒന്ന് പുളിക്കാൻ തുടങ്ങിയാലോ ഒന്ന് മധുരിക്കാൻ തുടങ്ങിയാലോ ഒന്നും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തുണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദാഹിച്ച് നിൽക്കുന്നത് നിങ്ങളോട് ഇനി ഒത്തിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഒരു പീലർ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. തൊലി അധികം അതിൻ്റെ മാംസം അധികം ചെത്തിക്കളയാതെ നമുക്ക് ചെത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം തൊലി മാത്രം വളരെ ലൈറ്റായിട്ടൊന്ന് കളഞ്ഞാൽ മതി. ബ്ലെൻഡറിനകത്ത് അടിക്കുന്നതുകൊണ്ട് ഒരല്പം തൊലി, ഒരു ശകലം ഇന്നർ തൊലി ഇരുന്നാലും നമുക്കതങ്ങ് അടിച്ച് എടുക്കാം. ഒരല്പം പുളിയുള്ള മാങ്ങയാണ് ഇതിന് നല്ലത്, എങ്കിലേ അതിൻ്റെ ഒരു പഞ്ച് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെറിയ പീസായിട്ട് മുറിക്കാം. അത് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് പോയി നോക്കുകയും നിങ്ങളുടെ കമൻസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും അഭിപ്രായ വ്യത്യാസങ്ങളും നല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും അത് കമൻസായിട്ട് ഇടാനും ഒന്നും മറന്നു പോകരുത്. മെത്തപ്പൂള്, കോടാലിപ്പൂള് അല്ലേ, അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബ്ലെൻഡറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിനകത്തേക്ക് ഇടാം. ചെറിയ ബ്ലെൻഡർ ആണെങ്കിൽ പല പ്രാവശ്യമായിട്ട് അടിച്ചാൽ മതി. ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടു. ഫ്രഷായിട്ട് 5-6 പുതിന ലീവ്സ്. പുതിന നമുക്കറിയാമല്ലോ ദഹനത്തിന് നല്ലതാണ്. അപ്പോൾ ഈ പച്ചമാങ്ങ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പുതിന അതങ്ങ് ഹാൻഡിൽ ചെയ്തോളൂ. പിന്നെ നമ്മുടെ ആവശ്യം പോലെ പഞ്ചസാര. ഇതൊന്നും അളന്നൊന്നും ഇടണ്ട. ഞാൻ കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അളന്നിടണമെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിനും കിട്ടാൽ മതി. ഒരു അല്പം വെള്ളം ചേർത്ത് അടിക്കാം. ഇത് തണുത്ത വെള്ളമാകാം, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഐസ് ക്യൂബ്സ് ചേർത്താലും മതി. ഞാൻ നെകക്കെ വെള്ളം വെച്ചിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം നല്ല തിക്കായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പഴുക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മളിനി അരിക്കുകയൊന്നും വേണ്ട. ഇതിനകത്ത് വെള്ളം, തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ചേർത്ത് നമുക്ക് കുടിച്ചാൽ മതി. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു നന്നായിട്ട് കലക്കി ചേർത്തു. പഞ്ചസാരയൊക്കെ ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഐസ് ഇടാം. ഇതിനി സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിനകത്തോട്ട് നമുക്കങ്ങ് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ചൂടുകാലത്ത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസാധ്യ ടേസ്റ്റുള്ളതാണ്, നാടൻ സംഭവമാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.